ഹലോ ഗൈസ്, അപ്പം നമ്മളിന്നൊരു ട്രിപ്പ് പോകണം കേട്ടോ. വേറെയൊക്കെയല്ല, കൊടൈക്കനാലിന് പോകണം. നമ്മളിവിടെ ഷിൻചാനും ഡോറേമോനും ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ ഷിൻചാനും ഡോറേമോനും ഉണ്ട്. നിങ്ങൾ വന്നാ എന്ത് പരിപാടി? അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഷിൻചാനും ഡോറേമോനും വരുന്നുണ്ട്. അവർ ആദ്യമായിട്ട് കൊടൈക്കനാലിൽ വരുന്നത് ഗൈസ്. അത് മാത്രമല്ല, നമ്മളില്ലേ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് അവർ ആദ്യമായിട്ടാണ് പോണേ. അതുകൊണ്ട് നമുക്കെന്തായാലും പോവാം, അതായിരിക്കും നല്ലത്. വാട എൻ്റെ കൂടെ വണ്ടിയിൽ കയറും നിങ്ങൾ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് അവിടെ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അവരും വണ്ടിയിലൊക്കെ കയറി. അതുപോലെ നല്ല കാര്യം ഗൈസ്. നമ്മൾ എന്തിനാ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ എന്താ പറയുക, ഇന്ന് നമ്മൾ ആ റൂമിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ കൊടൈക്കനാലും ഗുണാക്കേവൊക്കെ ചുറ്റിക്കറങ്ങാൻ പോകും. അതായിരിക്കും ഗൈസ് നല്ലത്. ഒരു പെണ്ണിന് നമ്മൾ ഇടിച്ചല്ലോ, ഒന്നും സാധിക്കില്ല. അത് മാത്രമല്ല, ഷിൻചാൻ ഡോറേമോനും മാത്രമല്ല നമ്മളോട് വരുന്നത്, നമ്മുടെ ഫ്രണ്ടും വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് ഗൈസ്. ഇതെൻ്റെ പഴയ വീടായിരുന്നു. ഞാൻ പുതിയ വീട് വാങ്ങിച്ചപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിന് കൊടുത്തു, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാൻ പോവാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാൻ പോവാം. നമുക്ക് പെട്ടെന്ന് പോയി വിളിക്കാം. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ടൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞു ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ റൂം ബുക്ക് ചെയ്ത സ്ഥലത്ത് പോവുക. റൂം പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്, അധികം ദൂരമൊന്നുമില്ല. ഇവിടെ പിന്നെ അടുത്ത് തന്നെ. നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് വേണം കൊടൈക്കനാലൊക്കെ പോവാൻ. എവിടെയായിട്ടാണ് ഗൈസ് നമ്മുടെ റൂം വരുന്നത്? ഇത് കണ്ടോ, ഈ ചുവപ്പ് ബിൽഡിങ് ഗൈസ്, അതാണ് ഗൈസ് നമ്മുടെ റൂം. എവിടെയായിട്ടാണ് നമ്മുടെ റൂം വരുന്നത് ഗൈസ്? അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്താ ഇവിടെ ആയിട്ടാണ്. നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് നാളെ കൊടൈക്കനാൽ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഷിൻചാനും ഡോറേമോനും വരുന്നില്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെ ഇവിടെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് റൂമിൽ പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് നാളെ രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഇവിടെയൊക്കെ രാവിലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു റൂമിൽ കിടക്കാൻ. ഇനി നമുക്ക് നേരെ കൊടൈക്കനാൽ, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് നേരെ കൊടൈക്കനാൽ പോവാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ കൊടൈക്കനാൽ പോവാം ഗൈസ്. ഇനി നമുക്ക് നേരെ പോവാം. കൊടൈക്കനാൽ ഇവിടെ തന്നെ അടുത്ത് തന്നെ, അധികം ദൂരമൊന്നുമില്ല കൊടൈക്കനാൽ. ഇതുണ്ടല്ലേ നമുക്ക് നേരെ ഒരു നേരെ നോക്കിയ ഒരു സാധനം കണ്ടാവും, മരമൊക്കെ ആയിട്ട്. അവിടെയാണ് ഗൈസ് നമ്മുടെ കൊടൈക്കനാൽ ഗൈസ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വണ്ടി നിറങ്ങാം. ഓ ഗൈസ്, ഇവിടെ ഒരു മതിലൊക്കെ ഉണ്ട്, നമുക്ക് ഈ മതിൽ ചാടാം. ഷിൻചാനും ഡോറേമോനൊക്കെ ചാടിയിട്ടുണ്ട്, അവരൊക്കെ അപ്പോഴേ ചാടി ഗൈസ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മതിൽ ചാടാൻ, അപ്പോൾ അവർ ചാടി. ഇനി എന്തായാലും നമുക്ക് പോയിട്ട് മതിൽ ചാടാം, അതായിരിക്കും നല്ലത്. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ മതിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഇവിടെ വീണേ. എനിക്ക് അത്രയ്ക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അതിപ്പോൾ എന്തായാലും നല്ല കാര്യം ഗൈസ്. ഇനി എന്തായാലും അവനാ ചാടണേ ഗൈസ്. ഇവിടെ ഇപ്പം ഞാനാ മതിൽ ചാടണേ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ചാടാം. അയ്യോ, നമ്മൾ പോകണം ഗൈസ്. അതൊന്നും സാരില്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പോവാം ഗൈസ്. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, നമുക്ക് ഷിൻചാൻ ഡോറേമോൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും അടികൂടില്ല ഗൈസ്. അങ്ങനെ ഡോറേമോൻ ഷിൻചാനൊക്കെ എഴുതിയിരുന്നത്. ഇന്ന് നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പോയി പറയാം രണ്ടുപേരുടെ പേര് എഴുതിയിരുന്നു, അതായിരിക്കും നല്ലത്. ഷിൻചാൻ്റെ ഡോറേമോൻ്റെ നിങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടെയ്നറിൽ. താങ്ക് യു ഒന്നും വേണ്ട. രണ്ടുപേരും അടികൂടും പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടുപേരുടെയും പേര് എഴുതിയത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം ഗൈസ്. ഇവിടെ ഒരു മതിലൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഈ മതിൽ ചാടാം, അതായിരിക്കും നല്ലത് ഗൈസ്. നമുക്ക് ഈ മതിൽ ചാടാം, അതായിരിക്കും നല്ലത്. ഈ മതിൽ കാര്യമായിട്ട് എന്താണോ ഉള്ളത് നോക്കാം.
നമുക്ക് മതിൽ ചാടാം. അയ്യോ അയ്യോ ഞാൻ ഇപ്പൊ വീഴും. അയ്യോ ഇവിടെ ഒരു കുഴിയുണ്ടല്ലോ. ഗൈസ് നമ്മുടെ ഫ്രണ്ടിന് എന്താ പറ്റിയേ? ഗൈസ് അവന് മതിൽ ചാടാനോട്ട് പോയതാണ്. ഗൈസ് അവനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴിയുണ്ട് എന്ന്. അപ്പം എന്തായാലും ഇത് ഈ മതിലിൽ കൂടെ നോക്കാം കുഴി ഉണ്ടോ ഇല്ലയോന്ന്. ഇവിടെ ഉണ്ട് ഒരു ഗ്രില്ല് പോലത്തെ മതിലൊക്കെ വെച്ച് നമുക്ക് നോക്കാം. ഗൈസ് അവൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ കണ്ടില്ലേ ഒരു കുഴിയൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഗൈസ് എന്നാലും അവനെന്തിനാ ആ കുഴിക്ക് ചാടിയത്? അവൻ വേണം വേണ്ടിട്ട് ചാടിയതായിരിക്കില്ല, ചിലപ്പോൾ മതിലിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടുകൊണ്ട് ചാടിയതായിരിക്കും. ഗൈസ് എന്നാലും അവൻ എന്തിനാണാവോ അവിടെ ചാടിയത്? ഇവിടെ ഷിൻചാനും ഡോറേമോനെ നിങ്ങളവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. എൻ്റെ ഫ്രണ്ട് കുഴിയിൽ പോയ അതാണ്. ആടാ ഞാൻ ഇവിടെ പോയിട്ടൊക്കെ വരും കേട്ടോ. ശരി നിങ്ങളിവിടെ തന്നെ നിൽക്കും, ഞാൻ പോയിട്ട് വരാം. ഗൈസ് ഇനി എന്തായാലും നമുക്ക് പോവാ. ഗൈസ് ഇനി നമുക്ക് ഒന്നും നോക്കണ്ട, നമ്മുടെ വണ്ടി എടുത്ത് പോവാ. എന്നാലും അവനാ കുഴിക്ക് ചാടണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടി എവിടെ? നമ്മുടെ വണ്ടി എവിടെ ഇരിക്കുന്നുണ്ട്? ഗൈസ് അങ്ങനെ ഞാൻ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ഗൈസ് ഇനി എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോവാം. ഗൈസ് നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ കുറച്ചടുത്തൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടി പോവാം, അതായിരിക്കും നല്ലത്. ഇതല്ല കുറച്ചടുത്തൊക്കെ തന്നെ, അധികം ദൂരമൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. സാറേ എൻ്റെ ഫ്രണ്ട് കുഴിയിൽ വീണു. ഗുണ കേവ് പറഞ്ഞിട്ടൊരു കുഴിയാണ്, അതിലാണ് വീണത്. ഗുണാക്കേവാ? നിന്നടുത്ത് ആരാണ് അവിടെയൊക്കെ പോവാൻ പറഞ്ഞു? കൊടൈക്കനാലത്തെ ഏറ്റവും ഡേഞ്ചറസ് കുഴിയത്. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കിയരാം, നിക്കവിടെ ഇപ്പൊ ശരിയാക്കണോ? നിന്നെ അടിച്ച് കൊല്ലിനെ. നീ എന്തിനാണ് ആ കുഴിക്ക് പോയത്? നിന്റെ ഫ്രണ്ട് പോയില്ലേ? നിന്റെ ഫ്രണ്ട് ജീവനോട് വരില്ല, നോക്കിയോ. ഗൈസ് നമ്മളെ പോലീസ് ഇത് അടിച്ചിട്ടു ഇവിടെ. നിന്റെ അടുത്ത് ആരാടാ അവിടെ പോകാൻ പറഞ്ഞിട്ട്. ഗൈസ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓടാം, എനിക്ക് ഇനിയും അടികൊള്ളാൻ വയ്യ. ഗൈസ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്നും നോക്കണ്ട, ഓടാം, അതായിരിക്കും നല്ലത്. പക്ഷേ ഈ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പോലീസുകാർ ഹെൽപ്പൊന്നും ചെയ്യില്ല നമ്മളെ, അതെല്ലാവർക്കും ഉറപ്പന്നെ. ഗൈസ് ഇനി എന്തായാലും നമുക്ക് അവിടെ പോവാം. ഗൈസ് അങ്ങനെ ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു, ഇത് കണ്ടോ, ഇവിടെ നല്ല മഴയുണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് ഈ മതിൽ ചാടാം. ഗൈസ് നമുക്ക് ഈ മതിൽ ചാടിയിട്ട് അങ്ങനെയെങ്കിലൊക്കെ അവനെ രക്ഷിക്കാൻ പറ്റിയ വഴിയുണ്ടോ നോക്കാം, അതായിരിക്കും ഗൈസ് നല്ലത്. അയ്യോ എന്നോട് വേണമല്ലോ, നമുക്ക് ഇനി പെട്ടെന്ന് എണിക്കുക, അതായിരിക്കും നല്ലത്. ഗൈസ് എനിക്കാണെങ്കിൽ അത്രയ്ക്ക് എണിക്കാനൊന്നും പറ്റില്ല വീണ് കാരണം. ഗൈസ് ഇനി എന്തായാലും നമുക്ക് ഷിൻചാനും ഡോറേമോൻ്റെ അടുത്തും ഹെൽപ്പ് ചെയ്യാൻ പറയാം, എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. അവരെവിടെ? വന്നാ ഇവിടെ ഷിൻചാനോ ഡോറേമോനെ നിങ്ങളില്ലേ, മറ്റേ നിങ്ങളുടെ അടുത്ത് ഡിക്കിയിലൊക്കെ കയറ് വെച്ചിട്ടില്ലേ, അതൊക്കെ നിങ്ങളുടെ അടുത്ത് എനിക്ക് കെട്ടി തന്നെ, ഞാൻ അവനെ കുഴിയിൽ പോയി രക്ഷിക്കാം. ആ റിസ്ക് എടുക്കണം, നിങ്ങൾ എന്തായാലും ആ കയറെടുത്തിട്ട് വാ. ഓക്കെ അവർ അങ്ങനെ നമുക്ക് കയറൊക്കെ കെട്ടിത്തന്നു കേട്ടോ. ഇനി നമുക്ക് അവനെ പോയി രക്ഷിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ മതിലൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ആ കുഴി എന്ന് പറയുന്നത്, നമുക്ക് അവനെ പോയി രക്ഷിക്കാം. ഗൈസ് അങ്ങനെ ഞാൻ അവനെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഗൈസ്, അവൻ്റെ ഫ്രണ്ട് കാണാൻ എന്തോടാ ഇത്, അവൻ ഇങ്ങനെ എന്താ പറയുക മുറിവ് പറ്റിയിട്ടുണ്ട് അവന്. നമുക്ക് എന്തായാലും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. ഗൈസ് ഇനി നമ്മളങ്ങനെ അവനെ വണ്ടിയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ അവനെ പോയി ഹോസ്പിറ്റലാക്കാം. ഗൈസ് ഹോസ്പിറ്റല് മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ല, അതാണ് ഗൈസ് ഹോസ്പിറ്റല്. ഗൈസ് നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇനി എന്തായാലും നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ് ഇനി നമുക്ക് പെട്ടെന്ന് പോയി ആക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ് എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ അവർ അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് കുഴപ്പമൊന്നുമില്ല. രാത്രിയായി ഗൈസ്, എന്താണ് ശരിയാക്കി കഴിയുമ്പോൾ. ഇവിടെ ഗൈസ് ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. എടാ മോനെ, നീ എൻ്റെ മകനെ രക്ഷിച്ചു, അതുകൊണ്ട് താങ്ക് യു കേട്ടോ.
അതിനിപ്പോൾ എനിക്ക് താങ്ക് യു ഒന്നും വേണ്ട. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമല്ലേ, അതിനിപ്പോൾ എന്തിനാ താങ്ക് യു? നീ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചില്ല, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, അതിനിപ്പോൾ താങ്ക് യു ഒന്നും വേണ്ട. അതിനിപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, നമുക്കിനി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ഗൈസ് ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ. ഷിൻചാനും ഡോറേമോനും വണ്ടിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉറങ്ങട്ടെ, നമുക്ക് അവരെ എണിപ്പിച്ച് കൂടാം. ഗൈസ് ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിടന്നുറങ്ങാൻ പോവാം, അതായിരിക്കും നല്ലത്. അയ്യോ ഗൈസ് ഇനി എന്തായാലും നമുക്ക് കിടന്നുറങ്ങാം.